ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എന്നും വന്നിട്ടുള്ളത് വൃത്തികെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ബിഗ് ബോസ് കണ്ടൻ്റ് ഒന്നും ഇനി ഇട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം പൂട്ടിക്കെട്ടി ചാക്കിലാക്കി വെക്കാനായി. അപ്പോൾ ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ മൂന്നാല് ദിവസമായി ഇങ്ങനെ അഖിൽ മാരാറിൻ്റെ ലൈവ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഞാൻ. എനിക്കറിയില്ല, അഖിൽ മാരാറ് കഴിഞ്ഞ സീസണിലെ വിന്നറാണ്, അതറിയാം. പക്ഷേ അഖിൽ മാരാറിനെ കുറിച്ചുള്ള ആ ഒരു സ്വഭാവ കാര്യങ്ങളോ ഒന്നും അറിയില്ല. പക്ഷേ ആ ലൈവിൽ സ്പഷ്ടമായി മനസ്സിലായി അഖിൽ മാരാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, പേഴ്സണലി പറയുകയെന്ന് ഞാൻ, നല്ല കറേജുള്ള വ്യക്തിയാണ്. അത്രയും ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഒരു സാധാരണക്കാരനല്ല, അദ്ദേഹം സംവിധായകനാണ്. എന്നാലും ഈ ഒരു നമ്മളെപ്പോലത്തെ ഒരു സാധാരണക്കാർ പോയിട്ട് ഇത്രയും വലിയ അന്താരാഷ്ട്ര നിലവാരമുള്ള ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ റിയാലിറ്റി ഷോനെ കുറിച്ചിട്ട് എന്ത് തേങ്ങ പറഞ്ഞാലും ആരും കേൾക്കാൻ പോകുന്നില്ല. അത് നമുക്കെതിരെ അത് വന്നിട്ട് അത് മുട്ടിയും തട്ടിയും പോയിട്ട് അതങ്ങ് ക്ലോസ് ആകും, അല്ലെങ്കിൽ നമുക്കെതിരെ അത് തിരിയും. മനസ്സിലായോ? അപ്പോൾ ഈ അഖിൽ മാരാർ പോലത്തെ ഒരാൾ കാരണം ഇന്ന് ഒരു വലിയൊരു വെളിപ്പെടുത്തലാണ് നമുക്ക് പ്രേക്ഷകർക്ക് തിരിഞ്ഞത്. അതായത് ഇത്രയും കാലം, അല്ലെങ്കിൽ സീസൺ 5 ആയിക്കോട്ടെ, സീസൺ 6 ആയിക്കോട്ടെ, 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, ഇത്രയും കാലം നമ്മൾ വോട്ട് ചെയ്തതിൽ പോലും എന്താ പറയുക, ഒരു ഫേക്ക്, അത് വോട്ട് മാത്രമാണ്. വോട്ട് റെഡിക്ക് പോകുന്നുണ്ടോ എന്ന് തന്നെ എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ഈ അഖിൽ മാരാർ എന്താ പറയുന്നത് വെച്ചാൽ അത്രയും ഫേക്കുകളാണ് നടക്കുന്നുണ്ട്. ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മളെ ഒരു വിഡ്ഢികളാക്കുകയാണ് ബിഗ് ബോസ്. എന്നേരം ഞാൻ പറഞ്ഞിട്ടില്ല ഇതൊരു അലമ്പ് പ്രോഗ്രാമാണെന്ന്. ഇപ്പോഴും ഞാൻ യോജിപ്പല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം. ഞാൻ ജാസ്മിൻ ജാഫറെ സപ്പോർട്ടറല്ല, ഞാൻ ഈ പ്രോഗ്രാമിനെ ഭയങ്കര എതിർക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ നമ്മളെപ്പോലത്തെ ആൾക്കാർ, പറയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ലൈവിൽ വന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്നെപ്പോലത്തെ ആൾക്കാർക്കൊന്നും പ്രതികരിച്ചിട്ട് എനിക്ക് ബിഗ് ബോസ് എന്ന പരിപാടിക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല, കുട്ടികൾക്ക് ഒന്നും കൊടുക്കുന്നില്ല എന്നും പറയാനുള്ള ഒരു വോയിസ് ഉന്നയിച്ചാൽ തന്നെ അതിൽ ഭയങ്കരം അടിച്ചമർത്തലും ഇതുപോലത്തെ നെഗറ്റീവ്സ് അവിടുന്ന് ഇവിടുന്നൊക്കെ വരും. അപ്പോൾ ഇതുപോലത്തെ ഒരു മറുപടി കൊടുത്ത അഖിൽ മാരാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ബിഗ് സല്യൂട്ട്. അപ്പോൾ നമുക്ക് പറയാം, അഖിൽ മാരാർ നല്ല കറേജുള്ള വ്യക്തിയാണെന്ന് തന്നെ പറയാം. ഇത്രയും അന്താരാഷ്ട്ര നിലവാരമുള്ള, ഇത്രയും ആരാധകർ നമ്മളെ ഈ ഒരു റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ അത്രക്കും ഇതുള്ളതുകൊണ്ടല്ലേ തലപ്പത്ത് ആരെ വെച്ചത്, നമ്മളെ ലോകമറിയുന്ന ലെഫ്റ്റനന്റ് കേണലായ മോഹൻലാലിനെ തന്നെ വെച്ചത്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ബേസിൽ അദ്ദേഹം എത്ര ഇത് കേട്ടുന്നു, ഒരു പെൺപിടിയൻ എന്ന് പറഞ്ഞ ഒരു വാക്കിന് വരെ അദ്ദേഹം ഇതായി മാറി. അപ്പോൾ ഈ ഒരു നാറിയ പരിപാടി കാരണമല്ലേ ഇങ്ങനെ സംഭവിച്ചത്. പല യൂട്യൂബ് ചാനലും പല സോഷ്യൽ മീഡിയകളും മോഹൻലാലിനെതിരെ വന്നിട്ടുണ്ട്. കാരണം ഒരു നിരപരാധി, മോഹൻലാൽ അറിയാത്ത കാര്യം അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ഇൻ്റർനാഷണൽ ലെവൽ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ മോഹൻലാലിന് പറയുന്ന പ്രതിഫലം ഇതിനകത്ത് കിട്ടും. അപ്പോൾ നമ്മളായാലും ഇന്നൊരു ജോലിക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലത് നോക്കിയിട്ടല്ലേ നമ്മൾ തിരഞ്ഞെടുക്കും. അദ്ദേഹം ആ ഒരു ലെവലിൽ തിരഞ്ഞെടുത്തതായിരിക്കും. പക്ഷേ ഇതുവരെ ഒന്നും ഒരു പെൺകേസ് പോലും ഇല്ലാത്ത മോഹൻലാലിനെതിരെ ആൾക്കാർ പെൺകേസാണ്, പെണ്ണ് പിടിയനാണെന്നുള്ള വരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. അഖിൽ മാരാർ ഈ രംഗത്ത് വന്നപ്പോൾ, അതായത് ഈ ലൈവിൽ ഞാൻ ഒരുപാട് ലൈവ് കണ്ടു, ഈ മുന്നേയുള്ള ലൈവ് പോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ഈ ലൈവിലൊക്കെ ആൾക്കാർ വരുന്ന താഴൊക്കെ കമൻറ്റൊക്കെ വരുന്നുണ്ട്, അഖിൽ മാരാർ പറയുന്നതൊക്കെ തെറ്റാണ്. അപ്പോൾ ഈ അണിയറ പ്രവർത്തകർ ഇതൊരു മിഥ്യയാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, സത്യത്തെ വെളിപ്പെടുത്തുന്ന ഒരാളെ മിഥ്യയാക്കിയിട്ട് അടിച്ചമർത്താൻ നോക്കുകയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് എല്ലാവർക്കും ബോധ്യമായി നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. ആരാ ഉദ്ദേശിക്കുന്ന അവർ മാത്രമേ വിന്നറാവൂ. കഴിഞ്ഞ സീസൺ 5 മാരാർ പറയുന്നുണ്ട്, ഒരിക്കലും എനിക്ക് കപ്പ് കിട്ടേണ്ടതല്ല, അത് എൻ്റെ ഇതുകൊണ്ടാണ്. കാരണം അതായത് കാസ്റ്റ് ചെയ്തത് വേറെ ആൾക്കാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പം നമുക്ക് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാൻ ഉള്ള ആ ഒരു കഴിവുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഇൻ്റർവ്യൂ പാനൽ നമ്മൾ അവിടുന്ന് തന്നെ അടിച്ചമർത്തുമെന്നാണ് പറയുന്നത്. കാരണം ആ ഇൻ്റർവ്യൂ പാനലിൽ പോലും വളരെ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന്. പിന്നെ നമ്മളെ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങളും പല കാര്യങ്ങളും അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സും എല്ലാം നടക്കുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോകാതിരിക്കുക. സ്വന്തം മാനം അല്ലെങ്കിൽ മാനം വിറ്റിട്ടുള്ള പരിപാടിയാണത്.
ഇത്രയും ഇത് വന്നിട്ട് സംസാരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്രയും അതായത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഇങ്ങനെ നെഗറ്റീവ് ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഞാൻ മുന്നേ പറഞ്ഞതാണല്ലോ, ഈ ഒരു പ്രോഗ്രാം ഒരു മെസ്സേജ് സത്യത്തിൽ കൊടുക്കുന്നില്ല. വെറും കുട്ടികൾ പോലും കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ ഒരു മോശമാകും. അതായത് അവർക്ക് ഒരു മെസ്സേജും സംഭവം കിട്ടുന്നില്ല. കുട്ടികൾ വരെ കാണുന്ന പ്രോഗ്രാം അല്ലേ ഇത്. അപ്പോൾ നമ്മൾ അതിലൊരു കണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു നിലവാരമുള്ള കണ്ടന്റ് അല്ലേ ഇവർ കൊടുക്കേണ്ടത്. എന്തായാലും ബിഗ് ബോസിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഈ അഖിലേട്ടൻ്റെ വാക്ക് കേട്ടിട്ട് ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നു. ഇത് സത്യമാണ്. എനിക്ക് തോന്നുന്നു ഇത് മുന്നേ പറയേണ്ടതായിരിക്കാം. പേടിച്ചിട്ടായിരിക്കാം. അഖിൽമാരാർക്ക് പേടിയില്ലാതെയാണ് അവർ, അതാ പറഞ്ഞത്, അത്രയും വലിയ സല്യൂട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ആൾ പിന്തുണച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇപ്പോഴും ഒരു പേടിയില്ല, എന്തും ആയിക്കോട്ടെ. അതാണ് പറയുന്നത് ലൈവിൽ, എനിക്ക് എന്ത് സംഭവിച്ചാലും സാറില്ല, പക്ഷെ സത്യത്തെ ഞാൻ തുറന്നു പറയും. ഈ ലൈവ് പറയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, സത്യം പറയട്ടെ, ഇത്രയും ഞാനും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സീസൺ 6 മുതലാണ് സാധാരണ കണ്ടു തുടങ്ങിയത്. അപ്പം തന്നെ അലമ്പാന്ന് എല്ലാവർക്കും എനിക്ക് എല്ലാവരും പറഞ്ഞു കേട്ടോ മനസ്സിലായി. ഇപ്പോൾ കൺഫേമായി. അപ്പോൾ ഈ സിബിനെ എന്തിനാ പുറത്താക്കി എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിന്. കാരണം ഇവർ ബിസിനസ്സാണ്. അവരൊരു എന്താ പറയുക, പോകുന്ന മെറ്റീരിയൽ. അതായത് മരർ പറഞ്ഞൊരു വാക്കുണ്ട്, പെണ്ണിനും പണത്തിനുമാണ് അവിടെ സ്ഥാനം. പെണ്ണ് പണം, അപ്പോൾ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. അതിൽ ഒരു കാരന് ഒരു ഇതുമില്ല എന്ന് പറയുന്നത്. അവിടെ വോയിസ് ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ പോലും ലൈംഗിക ആരോപണം ആരോപിച്ചവരെ അങ്ങനെ എടുത്തിട്ട് പിഴുതി മാറ്റിയിട്ടുണ്ട്, അവരെ സപ്പോർട്ട് നിന്നവരെയും. അപ്പോൾ അവർക്കെതിരെ ആരൊക്കെയാണ് നീങ്ങുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷക പിന്തുണ അവർ പ്ലാൻ ചെയ്ത പ്രകാരം അല്ലാണ്ട് പ്രേക്ഷകർ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അവരെല്ലാം ഇങ്ങനെ ചൊട്ടിത്തെറിപ്പിക്കും. അതായത് അവരാരെയാണ് ഉദ്ദേശിക്കുന്നത് അവർ വിന്നറായിരിക്കും. അപ്പോൾ വോട്ട് ചെയ്യുന്ന നമ്മളാരായി? സോമനും ശശിയൊക്കെ തന്നെയായി. ഇതൊക്കെ ലൈവിൽ വന്ന് പറയാൻ കാണിച്ച മാരാർക്ക് നെഗറ്റീവ്സ് എന്നാൽ റിനോ ഷോ അങ്ങനെ എന്തോ ഒരാൾ വന്നിട്ട് ആദ്യമേ അദ്ദേഹത്തെ ഒരു നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അദ്ദേഹം അങ്ങനെയല്ല, അദ്ദേഹം ഇങ്ങനെ പറയും. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ അഖിൽ മാരാർ തളർന്നില്ല. വീണ്ടും ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്കെന്താ മനസ്സിലായത്? ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അലമ്പ് പരിപാടിയാണെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ? ഇനിയെങ്കിലും കുട്ടികളെ മുന്നിൽ നിന്ന് ഇത് ഓപ്പൺ ആക്കാതിരിക്കുക. സത്യത്തിൽ സിബിൻ ചേട്ടൻ ഒരിക്കലും പുറത്തു വരേണ്ട ആളല്ല, നല്ലൊരു ഗെയിമറാണ്. അതുകൊണ്ടാണ് ആ ഒരു ടാഗിലാണ് അഡ്രസ്സ് ചെയ്തിട്ടാണ് മാരാർ സംസാരിക്കാൻ തുടങ്ങിയത്. കാരണം സിബിൻ ചേട്ടനെ പുറത്താക്കേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അത് അവർ തന്നെ അദ്ദേഹത്തെ, അതായത് സിബിൻ ചേട്ടനെ മാനസിക രോഗിയാക്കി ഡ്രഗ്സ് കൊടുത്തു. അതായത് മെൻ്റലിൻ്റെ ഗുളിക, അതായത് മാനസിക രോഗിയാണ്, അവർ വിഷാദം ഡിപ്രഷനിലേക്കുള്ള ആളാണെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ ഒരു തെറ്റിദ്ധരിക്കപ്പെടുകയും അദ്ദേഹത്തെ പുറത്താക്കാനുള്ള കാരണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കേണ്ടത്, അവർക്ക് ഇഷ്ടമുള്ളവരെ അവരിതാക്കും. വൈൽഡ് കാർഡ് എൻട്രിയിൽ സിബിൻ ചേട്ടൻ വന്നപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമായിരുന്നു. അതായത് വെറും ജാസ്മിനെയും ഗബ്രീനെയും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് മെറ്റീരിയലാക്കി ബിഗ് ബോസിനെ പുതിയൊരു വഴിത്തിരിവിലേക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് പ്രതീക്ഷിച്ചിരുന്നവർക്കിടയിൽ പെട്ടെന്ന് സിബിൻ പുറത്താകുന്നു. ഇത് ചോദ്യം ചെയ്യാൻ ആരും വന്നില്ല. വന്നതാരാണ്? അഖിൽ മാരാർ. അടിപൊളിയല്ലേ? ആ ചേട്ടനെ പൊളിച്ചിനി. അപ്പോൾ സീസൺ 5 ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പം ഞാൻ അഖിൽ മാരാറിൻ്റെ നല്ലൊരു ഫാനാണ് കേട്ടോ, ഇങ്ങനെ തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചതിന്. സത്യത്തിൽ ഈ ഷോയിൽ നമ്മളിപ്പോൾ എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഫേമസോ അല്ലെങ്കിൽ ഞാനൊരു സെലിബ്രിറ്റി ഒന്നുമല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടെ നിന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഫസ്റ്റ് ഒരു യുവതി വന്ന് പറഞ്ഞതാണ്. ഒരു യുവതി എന്ന് പറയും, പേരൊന്നും പറയുന്നില്ല. ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ഒരു സത്യത്തെ, അതായത് അഖിൽ മാരാർ പറഞ്ഞതിന് ടാഗ് ശരിയാണ്, ആ ഡ്രസ്സ് ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഒരു യുവതി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആളിങ്ങനെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ അതായത് അറിയാത്തവരായിരിക്കുമല്ലോ, നമ്മൾ ഈ ബിഗ് ബോസ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ അറിയാത്തവർക്ക് അപ്പോൾ മുന്നോട്ട് നമ്മൾ ആ ഇൻ്റർവ്യൂ പാനലിൽ പോകുമ്പോൾ അവർ ഇങ്ങനെ പറയുന്ന, അതായത് ഒരു കൂടെ കിടക്കാനുള്ള ആ ഒരു മെൻറ്റാലിറ്റിയും, അല്ലെങ്കിൽ സാമ്പത്തിക ചൂഷണം, അതായത് കുറച്ച് പണം തന്നു കഴിഞ്ഞാൽ, അതായത് ഞാൻ നിങ്ങളെ ഈ പരിപാടിയിലേക്ക് എൻ്റർ ചെയ്യാം, അങ്ങനെ നിങ്ങൾ നാളെ വലിയ ഫേമസ് ആയി 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ അവർ നല്ല, അതായത് ഏതോ 2 ആൾക്കാരെയാണ് അഖിൽ മാരാറിന് കൃത്യമായി പറയുന്നത്, അത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അവർ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞൊരു വലിയ പ്ലാറ്റ്ഫോമിനെ പറഞ്ഞിട്ടില്ല അദ്ദേഹം. അങ്ങനെ ഒരു അഴിമതി അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം നല്ല ആൾക്കാരാണ്. പക്ഷേ ഇതിൽ കളിക്കുന്ന ചില ആൾക്കാരെ കുറിച്ചിട്ടാണ് അദ്ദേഹം
എടുത്തെടുത്ത് പറയുന്നുണ്ടായത്. ഇതുവരെ പേരൊന്നും വ്യക്തമാക്കിയിട്ടില്ല, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ യുവതി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ അറിയാത്ത കൂട്ടറാണല്ലോ, നമ്മൾ അറിയാത്തവരാണല്ലോ ഇങ്ങനെ ബിഗ് ബോസ് ഷോയിലേക്ക് പോകുന്നത്. അപ്പം നമുക്കൊന്നും അറിയില്ല. അപ്പോൾ അവർ അവിടുന്ന് പറയുന്നത് ഞങ്ങളെ ഇതിലേക്ക് കടത്താം, നിങ്ങൾ ഇതിനൊക്കെ തയ്യാറാണെങ്കിൽ. അപ്പോൾ ഒരു പെണ്ണിനെ പോലും ഈ വിറ്റ് കാശാക്കിയിട്ടാണ് ഈ പരിപാടിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ ഒരു റിയാലിറ്റി ഷോ എന്ന പേര് വരെ മിഥ്യയാക്കിയിട്ടാണ് ആ ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പിന്നെ ഗെയിം അതിലേക്ക് ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്യാൻ അർഹതയുള്ളവരെ ഔട്ടാക്കുകയും അർഹതയില്ലാത്തവരെ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. ഇതൊരു റിയാലിറ്റി ഷോ ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എന്നെ പോലത്തെ ഓരോ ആൾക്കും ഇന്ന് പ്രതികരിക്കാനുള്ള ശേഷിയും കഴിവും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ മീഡിയകളിലൂടെ പറയാൻ പറ്റൂ. പക്ഷേ അഖിൽമാരാർ ലൈവിൽ വന്ന് പറയണമെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്ന അടിപൊളിയായിട്ടുണ്ട്. അഖിൽമാരാറിന് വലിയ ഒരു കാര്യം തന്നെയാണ് ചെയ്തത്. അത് നമ്മളെപ്പോലത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അവിടെ നിന്ന് ചൂഷണം നേരിടണമെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നല്ലോണം കളിക്കുന്നവർ ഇവർ ചൊട്ടി പുറത്താക്കുക. എന്നിട്ട് പിന്നെ ഈ എല്ലാം തെറ്റ് ചെയ്തിട്ടും എന്ത് പറഞ്ഞിട്ടും ഉള്ളവരെയൊക്കെ അവിടെ നിന്ന് സ്റ്റേ ചെയ്ത് പോക്കുക. ലാസ്റ്റ് അവർക്ക് കപ്പ് കൊടുക്കണം എന്നുള്ള അവർക്ക് കപ്പ് കൊടുക്കുക. ഇതെന്ത് പരിപാടിയാണ്? ഇങ്ങനത്തെ അലമ്പ് പരിപാടിയാണ്. നിങ്ങൾക്ക് നാണമില്ലേ? ഈ അന്താരാഷ്ട്ര ലെവലിലുള്ള പ്രോഗ്രാം ഇപ്പം ഇനി എന്ത് സംഭവിച്ചാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നില്ലേ, ഇതിപ്പോൾ ആ ഒരു ലെവലിലുള്ള പ്രോഗ്രാം ആയിക്കൊണ്ട് തന്നെ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചയിലും പുറത്ത് നടക്കുന്ന ചർച്ചയിലും ഭയങ്കര ചർച്ചയാകപ്പെടും. കാരണം നമ്മൾ ഈ കോടാനുകോടി ജനങ്ങൾ കാണുന്ന ഈ പ്രോഗ്രാമിൽ ഇത്രമാത്രം അഴിമതി നടക്കുന്നുണ്ടെന്ന് നമ്മൾ ഇപ്പോഴല്ലേ തിരിച്ചറിഞ്ഞത്. ആ സീസൺ 5 നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ വിഡ്ഢിയായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ മീൻസ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ 6 മുതലാണ് കണ്ടത്. അപ്പോൾ ഞാനൊരു വിഡ്ഢിയല്ല കേട്ടോ, നോട്ട് ദാറ്റ് പോയിന്റ്. അപ്പോൾ പോയിന്റിലേക്ക് വരാം. ഈ ഷോയിൽ നല്ലോണം കളിക്കുന്നവരെ ഭയങ്കര നോട്ട് ചെയ്യും. സത്യത്തിൽ സിബിൻ ചേട്ടന് പിന്നെ പ്രതികരിക്കാൻ അറിയായിട്ടൊന്നുമല്ല. അതായത് എന്നെ എന്തുകൊണ്ട് പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രതികരിക്കാനും ഈ ഒരു സമയം പിന്നെ പുള്ളിയുടെ അച്ഛന് സുഖമില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പം ഫാമിലിനെ ഫാമിലി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഫാമിലി നോക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം പുറത്ത് പോയിട്ട് ഇതിനെതിരെ കൂടുതൽ വിമർശനങ്ങളൊന്നും ഉന്നയിക്കാണ്ടിരുന്നത്. അത് വിചാരിച്ചിട്ട് സിബിൻ ചേട്ടന് എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ വ്യക്തിക്ക് അറിയാം. ഇപ്പം ലൈവ് വന്ന് തുടങ്ങി, അല്ല എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ സിബിൻ ചേട്ടൻ ഔട്ടായതുപോലെ തന്നെ അങ്ങനെ ഓരോ നല്ല കളിക്കാരെയും ഇനി നമുക്ക് ഔട്ടായിക്കൊണ്ടേയിരിക്കും. അതൊക്കെ വിട്ട് ഇതൊക്കെ ലൈവും ആ ചർച്ചയും ചാനലിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുള്ള വളച്ചൊടിക്കലെല്ലാം നമ്മൾ കണ്ട്. ലാസ്റ്റ് അഖിൽമാരാർ ഇട്ട ഒരു ലൈവിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഞാൻ ലാസ്റ്റ് കണ്ട ലൈവാണ്. ഒരുപാട് ലൈവ് കണ്ടു. ലാസ്റ്റ് കണ്ട ഒരു ലൈവിൽ പറയുന്നത് വെച്ചാൽ ഒരു തീരുമാനമായി, ബിഗ് ബോസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതായത് ഏഷ്യാനെറ്റ് ഒരു ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്നെല്ലാം പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോം ഈ അഴിമതി നടക്കുന്നതിലേക്ക് ഒരു അന്വേഷണ ചുമതല ഏർപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതായത് നമുക്കിനി ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഈ ഒരു അന്വേഷണം പോകും. ഒരു ചെറിയ സന്തോഷമാണ് അദ്ദേഹം അറിയിച്ചത്. ഇത്രയും കടന്ന് പ്രസംഗിച്ചതിൽ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു അന്വേഷണം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടറിയാം ഇനി എന്താണ് പിന്നെ ഈ ബിഗ് ബോസിനും അതിൻ്റെ ഉള്ളിലുള്ള കുറ്റവാളികളും, അതായത് ഈ ചെയ്യുന്ന ഈ രണ്ടാൾക്കാരുണ്ടല്ലോ, ആ രണ്ടാൾക്കാരെ മെയിനായിട്ട് പറയുന്നുണ്ട് പിന്നെ മാരാർ. അപ്പോൾ ആ ചെയ്യുന്നവരെയും അപ്പോൾ കള്ളനെ പിടിക്കാനുള്ള ഒരു പൂട്ടും താക്കോലും കൊണ്ടാണ് നമ്മൾ അഖിലേട്ടൻ ഉള്ളത്. അപ്പോൾ ഈ തെറ്റ് ചെയ്തവർക്ക് എന്തായാലും ഇനി ശിക്ഷ കൊടുക്കണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഈ ഒരു പിന്നെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത സീസൺ ഒരിക്കലും ബിഗ് ബോസ് വരാതിരിക്കട്ടെ. ഇങ്ങനൊരു ഒരു ഉഡായിപ്പ് പ്രോഗ്രാം, ആൾക്കാരെ പറ്റിക്കുന്ന പ്രോഗ്രാം ഇനി ഈ ഇൻ്റർനാഷണൽ ലെവലിലൊന്നും വരേണ്ട ആവശ്യമില്ല. ഇത്രയും ആരാധകരെ കബളിപ്പിച്ചിട്ട് നടക്കുന്ന ഈ പ്രോഗ്രാം ഇനി വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബിഗ് ബോസിൽ നെക്സ്റ്റ് ഇനി ബിഗ് ബോസിന് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. അഖിലേട്ടനെ ഇനി എന്തൊക്കെയാണ് വെളിപ്പെടുത്താൻ പോകുന്നതും, അല്ലെങ്കിൽ ഇനി എത്രമാത്രം സ്ത്രീകൾ പിന്നെ ഈ മുന്നോട്ട് വന്ന് ഇങ്ങനെ അനുഭവം വന്നിട്ടുണ്ട്, ബിഗ് ബോസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബിഗ് ബോസിന് നെഗറ്റീവ്സ് എത്ര സ്ത്രീകൾ ഇനി ഉന്നയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ സ്റ്റേ ട്യൂൺ, ബൈ.